ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സാമിന് 2023 ജൂൺ എക്സാമിന് നമുക്ക് ബേസൽ നോംസിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. കുറച്ച് ടഫ് തന്നെയായിരുന്നു. ആ അറ്റംപ്റ്റിൽ പൊതുവെ സ്റ്റുഡൻസിന് അതിൻ്റെ ആൻസർ ആർക്കും കിട്ടാൻ സാധ്യതയില്ല. കാരണം ബേസ്ഡ് ഓൺ കുറച്ച് RBI റെഗുലേഷൻസും കാര്യങ്ങളായിരുന്നു. നമ്മൾ സ്റ്റഡി മെറ്റീരിയലിനകത്തൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്യാൻ നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. മെസ്സേജ് XYZ ബാങ്ക് എന്നിട്ടൊരു ബാങ്ക്, അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. കോമൺ ഷെയർസ് 500, സ്റ്റാറ്റ്യൂട്ടറി റിസർവിൻ്റെ ഒരു എമൗണ്ട് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ റിസർവ് എമൗണ്ട് തന്നിട്ടുണ്ട്, ബാലൻസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ട്, റിവാലുവേഷൻ റിസർവ് ഉണ്ട്, പ്രൊവിഷൻസ് ആൻഡ് ലോസ് റിസർവ്, ഡെപ്റ്റ് ക്യാപിറ്റൽ ഇൻസ്ട്രുമെന്റ്സ്, പെർപെക്ച്വൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ പെർപെക്ച്വൽ ക്യുമുലേറ്റീവ് പ്രിഫറൻഷ്യസ് ഉണ്ട്, റിഡീമബിൾ ക്യുമുലേറ്റീവ് പ്രിഫറൻഷ്യസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ക്യാപിറ്റൽ ഐറ്റംസ് ആയിട്ട് തന്നിട്ടുള്ളത്. കൂടാതെ നമുക്ക് റിസ്ക് വെയ്റ്റഡ് അസറ്റ് ഇൻ റിലേഷൻ ടു ക്രെഡിറ്റ് ആൻഡ് ഓപ്പറേഷൻ റിസ്ക് തന്നിട്ടുണ്ട്, റിസ്ക് വെയ്റ്റഡ് അസറ്റ് ഫോർ മാർക്കറ്റ് റിസ്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അത് 12,000 അതുപോലെ തന്നെ 5,000, 12,000 5,000. ഓക്കെ, ദെൻ ബേസ്ഡ് ഓൺ ദ എബവ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തത് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഫണ്ട്. ഓക്കെ, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ദി ക്യാപിറ്റൽ ഫണ്ട്. രണ്ട്, വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ ഓഫ് ദ ബാങ്ക് എത്രയാണെന്നുള്ളതും. മൂന്ന്, കമൻറ്റ് ആൻഡ് അഡ്വൈസ് ഓൺ ദ ആഡിക്വസി ഓഫ് ക്യാപിറ്റൽ ഓഫ് ദി ബാങ്ക് ആൻഡ് നീഡ് ടു മോണിറ്റർ ദിസ് റേഷ്യോ. അപ്പോൾ ഒരു 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ നോക്കാം. ഒന്നാമത്തത് ഇപ്പോൾ ഇന്ത്യൻ ബാങ്കിൻ്റെ രൂപത്തിലാണെങ്കിൽ നമുക്ക് 9% ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ വേണം അല്ലേ. സോ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് 8%, ഇന്ത്യൻ RBI പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ 9%. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോമൺ ഷെയർസ് നമുക്ക് ഇവിടെ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യണം. നമ്മൾ ടയർ 1, ടയർ 2. ഓക്കെ, ടയർ 1 ക്യാപിറ്റൽ, ടയർ 2 ക്യാപിറ്റൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. സോ കോമൺ ഷെയർസ് 500. ഓക്കെ, നമുക്കത് കോമൺ ഷെയർസ് അല്ല, നമ്മളുടെ കോമൺ ഇക്വിറ്റി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ടയർ 1 ക്യാപിറ്റലിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ടയർ 1 ക്യാപിറ്റൽ അതുപോലെ തന്നെ ടയർ 2 ക്യാപിറ്റൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളില്ല. ഫസ്റ്റത്തെ കോമൺ ഷെയർസ്, സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, ക്യാപിറ്റൽ റിസർവ്, ബാലൻസ് ഇൻ P&L. ഈ ആദ്യത്തെ 4 ഐറ്റംസ് ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യുക, ടയർ 1 ക്യാപിറ്റൽ എടുക്കുക. 500, 250, 300, 150. ഓക്കെ, സോ 500, 250, 300, 150. ഓക്കെ, സോ ഈ 4 കാര്യങ്ങൾ എടുക്കാം. അതിനുശേഷം റിവാലുവേഷൻ റിസർവ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടയർ 2 ക്യാപിറ്റലിൻ്റെ കമ്പോണൻ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് പഠിച്ചുള്ളത്, റിവാലുവേഷൻ റിസർവ് പഠിച്ചുള്ളത്. അപ്പോൾ റിവാലുവേഷൻ റിസർവ് ഇവിടെ എത്രയാണ്, 200 crores ആണ് അല്ലേ. അപ്പോൾ ഈ 200 crores ആണെങ്കിലും RBI റെഗുലേഷൻസിൽ പറയുന്നത് നിങ്ങൾ ഈ 200 crores മുഴുവനും എന്ത് ചെയ്യരുത്, ടയർ 2 ക്യാപിറ്റലായിട്ട് എടുക്കരുത്. അതിൽ 55% ഡിസ്കൗണ്ട് ചെയ്തിട്ട് ബാലൻസ് 45% എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ റിവാലുവേഷൻ റിസർവ് എത്രയാണ്, അതിൻ്റെ 45% മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൺസിഡർ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ 200 അല്ലേ. സോ 200 crores-ന്റെ 45% എന്ന് പറയുമ്പോൾ എത്ര, 90 crores. ഓക്കെ, അപ്പോൾ നമ്മൾ എമൗണ്ട് എടുക്കുമ്പോൾ ടയർ 2 ക്യാപിറ്റൽ റിവാലുവേഷൻ റിസർവ് എടുക്കുമ്പോൾ 200-ന്റെ 45% ആയിട്ടുള്ള 90 crores മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൺസിഡർ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഡയറക്റ്റ് ആ വാല്യൂ എടുക്കല്ലേ ചെയ്യേണ്ടത്. റിവാലുവേഷൻ റിസർവ് തന്നിട്ടുള്ള ഫിഗറിന്റെ 45% കൺസിഡർ ചെയ്യുക. 55% ഡിസ്കൗണ്ട് ചെയ്താൽ ബാലൻസ് 45%. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. അടുത്തത് പ്രൊവിഷൻസ് ആൻഡ് ലോസ് റിസർവ്സ് എത്രയാണ്, 300 crores ആണ് അല്ലേ. സോ പ്രൊവിഷൻസ് ആൻഡ് ലോസ് റിസർവ് 300 crores ആണ്. അവിടെയും അതും എന്തിൻ്റെ ഭാഗമാണ്, പ്രൊവിഷൻസ് ഒക്കെ ടയർ 2 ക്യാപിറ്റലിൻ്റെ ഭാഗമാണ്. അവിടെയും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. സോ പ്രൊവിഷൻസ് ആൻഡ് ലോസ് റിസർവിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ്, അതായത് ഈ പ്രൊവിഷൻസ് ലോസ് റിസർവ് ഒക്കെ മാക്സിമം 1.25% ഓഫ് ദി ക്രെഡിറ്റ് റിസ്കുമായി ബന്ധപ്പെട്ട റിസ്ക് വെയ്റ്റഡ് അസറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ക്രെഡിറ്റ് റിസ്കിൻ്റെ റിസ്ക് വെയ്റ്റഡ് അസറ്റിൻ്റെ 1.25%-നേക്കാൾ കൂടാൻ പാടില്ല. ഓക്കെ, സോ ആക്ച്വൽ പ്രൊവിഷൻസ് നമുക്ക് ഇവിടെ എത്രയുണ്ട്, 300 crores ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ക്രെഡിറ്റ് റിസ്ക് റിലേറ്റഡ് ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ റിസ്ക് വെയ്റ്റഡ് അസറ്റ് ഫോർ ക്രെഡിറ്റ് ആൻഡ് ഓപ്പറേഷൻ റിസ്ക് എത്രയാണ്, 12,000 crore ആണ് അല്ലേ. അപ്പോൾ റിസ്ക് വെയ്റ്റഡ് അസറ്റിൻ്റെ നമുക്ക് റിസ്ക് വെയ്റ്റഡ് അസറ്റ് ഓഫ് എന്ത് ക്രെഡിറ്റ് റിസ്ക് എത്രയാണ്, 12,000 ആണ്. അപ്പോൾ ഈ 12,000-ന്റെ 1.25% വെക്കാം. 1.25% ഈസ് ഈക്വൽ ടു 150 crores. ഓക്കെ, അപ്പോൾ മാക്സിമം എത്ര, 150 crores മാത്രമേ നമുക്ക് ടയർ 2 ക്യാപിറ്റലിലെ കമ്പൗണ്ട് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈവൻ ഇവിടെ പ്രൊവിഷൻസ് ആൻഡ് ലോസ് റിസർവ്സ് 300 crores ഉണ്ടെങ്കിലും RBI റെഗുലേഷൻ പറയുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് റിസ്ക് മായി ബന്ധപ്പെട്ട റിസ്ക് വെയ്റ്റഡ് അസറ്റിന്റെ 1.25% എക്സീഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 12,000 crores ആണ് വരുന്നത് റിസ്ക് വെയ്റ്റഡ് അസറ്റ് റിലേറ്റിംഗ് ടു ക്രെഡിറ്റ് റിസ്ക്.
അപ്പോൾ അതിൻ്റെ 12,000 crores-ന്റെ 1.25 നമുക്കിവിടെ ടോട്ടൽ ക്രെഡിറ്റ് ആൻഡ് ഓപ്പറേഷൻസ് കാര്യമാണ്. അപ്പോൾ നമുക്ക് അതേ അവൈലബിൾ ഉള്ളൂ, ആ ഇൻഫർമേഷൻ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടായി 12,000 എടുക്കാം, 1.25% എടുക്കാം. അപ്പോൾ മാക്സിമം 150 crores മാത്രമേ നമുക്കിത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. പ്രൊവിഷൻസ് ആൻഡ് ലോസ് റിസർവ് 300-ൽ 150 എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ Tier 2 ക്യാപിറ്റലിലെ പ്രൊവിഷൻസ് ആൻഡ് ലോസ് 150 crores എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യാം. ഇനി അടുത്ത ഐറ്റംസ് പെർപെക്ച്വൽ ഡെപ്റ്റ് ക്യാപിറ്റൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. എന്തുണ്ട്, 200 crores ഉണ്ട്. സോ ഡെപ്റ്റ് ക്യാപിറ്റൽ ഇൻസ്ട്രുമെന്റ്സ് 200 crores. നമുക്ക് ഡെപ്റ്റ് ക്യാപിറ്റൽ ഐറ്റംസ് നമുക്ക് സബോർഡിനേറ്റ് ഡെപ്റ്റ് ഒക്കെ നമുക്ക് ഏതിലാണ് Tier 2-ൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഡെപ്റ്റ് ക്യാപിറ്റൽ 200 crores എന്ത് ചെയ്യുക, Tier 2 ക്യാപിറ്റൽ ആയിട്ട് എന്ത് ചെയ്യുക, എഴുതാം. അടുത്ത നമുക്ക് വരുന്നത് പെർപെക്ച്വൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്. പെർപെക്ച്വൽ മീൻസ് കണ്ടിന്യൂസ് ആണ് അല്ലെ. സോ പെർപെക്ച്വൽ മീൻസ് ലോങ് ടൈം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് എന്ത് ചെയ്യാം, ലോങ് ടൈം ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് Tier 1-ന്റെ കമ്പോണന്റ് ആയിട്ട് എടുക്കാം എന്നാണ് RBI എടുത്ത് പറഞ്ഞിട്ടുണ്ട്. PDI, ദാറ്റ് ഈസ് പെർപെക്ച്വൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ്, RBI റെഗുലേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ Tier 1 കമ്പോണന്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ഒരു പെർപെക്ച്വൽ ആയിട്ടുള്ള 50 crores നമുക്ക് ഇതിലെടുക്കാം, Tier 1-ൽ എടുക്കാം. ഓക്കെ, സോ പെർപെക്ച്വൽ ഡെപ്റ്റ് 50 crores Tier 1 ക്യാപിറ്റലിന്റെ ഭാഗമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വരുന്നത് പെർപെക്ച്വൽ ക്യുമുലേറ്റീവ് പ്രിഫറൻഷ്യേഴ്സും റിഡീമബിൾ ക്യുമുലേറ്റീവ് പ്രിഫറൻഷ്യേഴ്സും. അതായത് ഈ ഒരു ആദ്യത്തെ പ്രിഫറൻഷ്യേഴ്സ് എന്നാണ് പെർപെക്ച്വൽ ആണ്, ലോങ് ടൈം ആണ് അല്ലേ. പക്ഷേ കാരണം ഈ ക്യുമുലേറ്റീവ് ആണെങ്കിൽ ഈ ക്യുമുലേറ്റീവ് പ്രിഫറൻഷ്യേഴ്സ് ഒരിക്കലും Tier 1-ൽ വരില്ല. ഓക്കെ, നോൺ ക്യുമുലേറ്റീവ് ആണെങ്കിൽ ഓക്കെ, നോൺ ക്യുമുലേറ്റീവ് ആയിട്ടുള്ള പ്രിഫറൻഷ്യേഴ്സ് ആണ് നമുക്ക് എവിടെ കൺസിഡർ ചെയ്യാം, Tier 1-ൽ കൺസിഡർ ചെയ്യാം. നോൺ ക്യുമുലേറ്റീവ് നിങ്ങൾക്കറിയില്ല, ക്യുമുലേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഒരു വർഷം ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ വർഷത്തെ ഫിക്സഡ് ഡിവിഡൻറ്റും കൂടെ ചേർത്തിട്ട് അടുത്ത വർഷം കൊടുക്കണം. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ലൈബിലിറ്റി, ഒരിക്കലും ഒരു ഓൺ ഫണ്ട് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ക്യുമുലേറ്റീവ് പ്രിഫറൻഷ്യേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫിക്സഡ് റിട്ടേൺ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതൊരിക്കലും ഒരു ഓൺ ക്യാപിറ്റലിൻ്റെ നാച്ചുറൽ വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ ക്യുമുലേറ്റീവ് ആയിട്ടുള്ള എല്ലാ പ്രിഫറൻഷ്യേഴ്സും നമുക്ക് ഏതിലാണ് വരാൻ, Tier 2-ന്റെ ഭാഗമായിട്ടാണ് വരാം. അപ്പോൾ ഈവൻ ഇവിടെ പെർപെക്ച്വൽ ക്യുമുലേറ്റീവ് ആണെങ്കിൽ കൂടി അത് ക്യുമുലേറ്റീവ് അല്ലേ. അപ്പോൾ ഈവൻ പെർപെക്ച്വൽ ആയിട്ടും കാര്യമില്ല, ക്യുമുലേറ്റീവ് ആണെങ്കിൽ Tier 2-ലോട്ട് പോകും. നോൺ ക്യുമുലേറ്റീവ് ആണെങ്കിൽ നമുക്ക് Tier 1-ൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ പെർപെക്ച്വൽ ക്യുമുലേറ്റീവും റിഡീമബിൾ ക്യുമുലേറ്റീവും പ്രിഫറൻഷ്യേഴ്സ് 50 കോടി വെച്ച് വരുന്നുണ്ട്. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ അത് ഈ ഒരു പെർപെക്ച്വൽ ക്യുമുലേറ്റീവ് PS മീൻസ് പ്രിഫറൻഷ്യേഴ്സ് ആണെങ്കിൽ 50 കോടി, റിഡീമബിൾ ക്യുമുലേറ്റീവ് പ്രിഫറൻഷ്യേഴ്സ് ആണെങ്കിൽ 50 കോടി എന്തിൻ്റെ ഭാഗമായിട്ട് എഴുതാം, Tier 2 ക്യാപിറ്റലിൻ്റെ ഭാഗമായിട്ട് എഴുതാം. ദെൻ അതോടെ നമ്മൾ ക്യാപിറ്റൽ കമ്പോണൻസ് എല്ലാം കഴിഞ്ഞു. നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്ത് വരുമ്പോൾ Tier 1 ക്യാപിറ്റൽ നമുക്ക് 1,250 crores ആണ് വരുന്നത്. നമ്മൾ അതിൻ്റെ സജസ്റ്റ് ആൻസർ നോക്കുകയാണെങ്കിൽ മാച്ചിങ് ആയിരിക്കും. ഓക്കെ, ആ ഒരു എക്സാമിൻ്റെ സജസ്റ്റ് ആൻസറിൽ 1,250 കോടിയാണ് ഇത് Tier 1 ക്യാപിറ്റൽ വരുന്നത്. ദെൻ Tier 2 ക്യാപിറ്റൽ 540 കോടിയാണ് ഇതിൻ്റെ ടോട്ടൽ ചെയ്യുമ്പോൾ വരേണ്ടത്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഈ റിവാലുവേഷൻ റിസർവും പ്രൊവിഷൻസ് ആൻഡ് ലോസും നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഡയറക്റ്റ് എമൗണ്ട് എടുത്ത് എഴുതിയെന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചാൽ മതിയാവും. നേരെ മറിച്ച് റിവാലുവേഷൻ റിസർവ് എത്രയാണോ ഫിഗർ അതിൻ്റെ 45% Tier 2-ൽ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, കാരണം അത് ഡിസ്കൗണ്ടഡ് വാല്യൂലാണ് എടുക്കേണ്ടത്. അപ്പോൾ റിവാലുവേഷൻ റിസർവിൻ്റെ 45% Tier 2-ൽ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ പ്രൊവിഷൻസ് ലോസ് റിസർവുകളൊക്കെ എടുക്കുമ്പോൾ മാക്സിമം കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് 1.25% ഓഫ് ദി ക്രെഡിറ്റ് റിസ്ക്കുമായി ബന്ധപ്പെട്ട റിസ്ക് വെയ്റ്റഡ് അസറ്റ് എത്രയാണോ, റിസ്ക് വെയ്റ്റഡ് അസറ്റിൻ്റെ ക്രെഡിറ്റ് റിസ്ക്കുമായി ബന്ധപ്പെട്ടത് എത്രയാണോ അതിൻ്റെ 1.25% ആണ് മാക്സിമം. ഈ 2 പോയിന്റാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അത് ആക്ച്വലി നമ്മുടെ സ്റ്റഡി മെറ്റീരിയലൊന്നും ഇല്ല. അപ്പോൾ RBI റെഗുലേഷനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് എക്സാം കുറച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് എന്തായിരുന്നു, ടഫായിരുന്നു. ഓക്കെ, എഗൈൻ ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. 1,250 ആയിരുന്നു Tier 1 ക്യാപിറ്റൽ, 540 Tier 2 ക്യാപിറ്റൽ. സോ ദെർഫോർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ടോട്ടൽ ഫണ്ട് എത്രയാണെന്നുള്ള എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഫണ്ടും പിന്നെ ക്യാപിറ്റൽ ആഡ്വക്കസി ദെൻ അഡ്വൈസ് ചെയ്യാനാണ് വേണ്ടിയിട്ടുള്ള കൺക്ലൂഷൻ പറയാൻ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത് Tier 1 പ്ലസ് Tier 2 1790 1790 കോടിയാണ് നമ്മളുടെ ടോട്ടൽ ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തത് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ, ഇതിന് ടോട്ടൽ ക്യാപിറ്റൽ ഡിവൈഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ്. ടോട്ടൽ ക്യാപിറ്റൽ 1790 ആണ്. റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്ന് പറയുന്നത് 12,000 കോടി നമുക്ക് ക്രെഡിറ്റ് ആൻഡ് ഓപ്പറേഷനിലും മാർക്കറ്റ് റിസ്ക്കുമായി ബന്ധപ്പെട്ട 5,000, ടോട്ടൽ 12,500 17,000 അല്ലേ. സോ ദെർഫോർ 1790 ഡിവൈഡ് ബൈ 17,000 ഇൻറ്റു 100% ആക്കാനായിട്ട് ദെർഫോർ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ 10.53% കിട്ടി. ഇനി അടുത്തത് അപ്പോൾ ആക്ച്വൽ നമ്മൾ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ 10.53 ആണ് അല്ലേ. നമ്മൾ മിനിമം ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ ആസ് പെർ ബേസൽ നോംസ്, ഇന്റർനാഷണലി ബേസൽ നോംസ് പ്രകാരം മിനിമം ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എത്രയാണ്, 8% ആണ് അല്ലേ.
ഇനി അടുത്തത് വേണമെങ്കിൽ ഇവിടെ കോമ ഇട്ടിട്ട് അല്ലെങ്കിൽ തൊട്ട് താഴെ എഴുതാം. ഇൻ ഇന്ത്യ ആസ് പെർ ആർ ബി ഐ ഇൻ ഇന്ത്യ ആസ് പെർ ആർ ബി ഐ ഇൻ ഇന്ത്യ ആസ് പെർ ആർ ബി ഐ ഈസ് ഈക്വൽ ടു 9% ഓഫ് റിസ്ക് വെയ്റ്റഡ് അസറ്റ്. ഓക്കെ, ഇതാണെങ്കിൽ 8% ഓഫ് റിസ്ക് വെയ്റ്റഡ് അസറ്റ് ആണ് ഇന്റർനാഷണലി. ഇന്ത്യയിലാണെങ്കിൽ 9% ഓഫ് റിസ്ക് വെയ്റ്റഡ് അസറ്റ് ആണ് ആർ ബി ഐ പറയുന്നത്. ഇത് രണ്ടും കംപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം ടോട്ടൽ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ നമുക്ക് ആക്ച്വലി എത്രയുണ്ട് ഈ ബാങ്കിന് 10.53 ആണ്. അത് 9 മുകളിലാണ്. അപ്പോൾ ഇന്ത്യൻ മോഡൽ എടുത്താലും അത് 9 ക്രോസ് ചെയ്യുന്നതിന് ഇന്റർനാഷണൽ നോക്കുകയാണെങ്കിൽ 8 മുകളിലാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു മിനിമം ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്നുള്ള ആ ഒരു ഇത് കംപ്ലൈ ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിൽ ടയർ 1 ക്യാപിറ്റൽ പറയുന്നുണ്ട്. ടിയർ 1 ക്യാപിറ്റൽ നമുക്ക് 6% എന്ത് ചെയ്യണം, മിനിമം ഉണ്ടായിരിക്കണം അല്ലേ. ദെർഫോർ മിനിമം ടിയർ 1 ക്യാപിറ്റൽ ആസ് പെർ ബേസിൽ നോംസ് എത്രയാണ് 6% ഓഫ് ദി റിസ്ക് വെയ്റ്റഡ് അസറ്റ് ആണ്. ഇവിടെ ആക്ച്വൽ ടിയർ 1 ക്യാപിറ്റൽ 1250 കോടിയാണ്. ദെർഫോർ അതിൻ്റെ പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ ആക്ച്വൽ ടിയർ 1 ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 1250 കോടി അപ്പോൺ റിസ്ക് വെയ്റ്റഡ് അസറ്റ് 17,000 കോടി ഇൻറ്റു 100 7.35 ആണ്. അപ്പോൾ മിനിമം റിക്വയർമെൻറ്റ് 6 ആണ്. ആക്ച്വലി നമുക്ക് എത്രയുണ്ട് 7.35 ഉണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ അഡ്വൈസ് കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ സോ ബാങ്ക് ഹാസ് കംപ്ലൈഡ് വിത്ത് ദ മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ആസ് പെർ ദി ബേസൽ നോംസ്. ഓക്കെ, ആസ് പെർ ബേസൽ നോംസ് ആസ് വെൽ ആസ് ആർ ബി ഐ. ഓക്കെ, ആസ് പെർ ബേസൽ നോംസ് ആസ് വെൽ ആസ് ആർ ബി ഐ. ഓക്കെ, അപ്പോൾ ആർ ബി ഐ റെഗുലേഷൻസ് പ്രകാരം അതുപോലെ തന്നെ ബേസൽ നോംസ് പ്രകാരവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു 8% ആണെങ്കിലും ആർ ബി ഐയുടെ 9% ആണെങ്കിലും നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ടിയർ 1 ക്യാപിറ്റൽ 6% എന്ന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുകളിലായിട്ട് നമുക്ക് 7 നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് റെഗുലേഷൻസ് മിനിമം ക്യാപിറ്റൽ റെഗുലേഷൻസ് ഒക്കെ നമ്മൾ ഇതിൻ്റെ കംപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അത്ര വലിയ ടഫ് ഇൻ ദ സെൻസ് നമുക്ക് ഇത് അറിയുന്നവർക്ക്, അതായത് ഈ ഒരു റിവാലുവേഷൻ റിസർവിന്റെ പോയിന്റും അതുപോലെ തന്നെ പ്രൊവിഷൻസ് ആൻഡ് ലോസിന്റെ പോയിന്റ് അറിയുന്നവർക്കും ഓക്കെ പൊതുവെ പക്ഷെ അത് നമുക്ക് പഠിക്കാനില്ല, നമ്മുടെ സിലബസിൽ ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് എക്സാം ടഫായിരുന്നു. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇൻ കേസ് ഇത് വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, മനസ്സിലാക്കി പഠിക്കാം. ഒന്ന്, റിവാലുവേഷൻ റിസർവ് 45% കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ, 55% ഡിസ്കൗണ്ട്. ദെൻ പ്രൊവിഷൻസ് ആൻഡ് ലോസ്, റിസ്ക് വെയ്റ്റഡ് അസറ്റ് റിലേറ്റിംഗ് ടു ക്രെഡിറ്റ് റിസ്കിന്റെ 1.25% ആണ് മാക്സിമം. കൂടാതെ ക്യുമുലേറ്റീവ് ആണെങ്കിൽ ടിയർ 2 ക്യാപിറ്റലിന്റെ ഭാഗമായിട്ട് എടുക്കാം. അതുപോലെ നോൺ ക്യുമുലേറ്റീവ് അതുപോലെ പെർപെക്ച്വൽ ഡെപ്റ്റ് ഒക്കെ എന്ത് ചെയ്യുക, ടിയർ 1 ക്യാപിറ്റലിന്റെ ഭാഗമായിട്ട് എടുക്കാം. ഓക്കെ, യെസ്.